ആ ശരി, അഡ്വക്കേറ്റ് തരത്തിൽ കൃഷ്ണലാൽ മറുപടി. ക്രമബദ്ധമായിട്ടുള്ള ഞാൻ കണ്ടത്. സത്യം പറഞ്ഞാല് ഞാന് പണ്ടെങ്ങാണ്ട് ഒരിക്കല് ഇപ്പം രണ്ട് ജയചന്ദ്രന്മാരുള്ളത് കാരണം ഒരാൾ ജയചന്ദ്രൻ മാസ്റ്റർ എന്ന് എഴുതിക്കുന്നു. അപ്പൊ നമ്മള് ജയചന്ദ്രൻ ചേട്ടനെ നമുക്ക് സഖാവ് ജയചന്ദ്രൻ എന്ന് വിളിക്കാം. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ചർച്ച പണ്ടെങ്ങാണ്ട് കണ്ടതല്ലാതെ പിന്നെ അടുത്തിടയ്ക്കൊന്നും കണ്ടു. പക്ഷെ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനോട് ഭയങ്കര ഒരു ഇഷ്ടവും ബഹുമാനം തോന്നുന്നു. കാരണം അദ്ദേഹം ജെന്യുവിൻ ആയിട്ടൊരു സഖാവാണ്. ഞാൻ പണ്ട് ബ്രാഞ്ചില് CPM ലെവി അടയ്ക്കുന്ന ഒരു മെമ്പറായി വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള സഖാക്കളെ കാണുമായിരുന്നു. അദ്ദേഹം ഒരു മിസ്ഫിറ്റ് ആണ്. അപ്പൊ അദ്ദേഹം കാര്യങ്ങൾ അറിയാതാണ് അദ്ദേഹം പൂർണ്ണമായും പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കളെയും പഴയ സഹാക്കളാണ് എന്ന് അദ്ദേഹത്തിനെ കൂട്ടുള്ള സഹാക്കളാണെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഈ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നത്, ജെന്യുവനായിട്ട് ഇവിടെ വന്നും സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഒരു കാരണവശാലും ഞാൻ കുറ്റപ്പെടുന്നില്ല. പക്ഷെ മാഷെ ഒറ്റ കാര്യം ഞാൻ പറയാം, അങ്ങേക്ക് ഈ ക്ഷേത്രങ്ങളില് ഉള്ള സ്വത്തുക്കളുടെ കണക്ക് ഒരിടത്തും ഇല്ല എന്നുള്ളത് വളരെ തെറ്റായ ധാരണയാണ്. അങ്ങനൊന്നും അല്ല കാര്യങ്ങള്. ഒന്നാമത് അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഒന്നോ രണ്ടോ പ്രധാന ക്ഷേത്രങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ള ഒരു സംസ്ഥാനത്തിലും ഈ തമിഴ്നാട്ടിലല്ല കർണാടകയിൽ വ്യത്യാസമുണ്ട്. ബാക്കി സംസ്ഥാനങ്ങളിലൊന്നും പിന്നെ സർക്കാരിന്റെ ഭരണത്തിലല്ല ഇതൊന്നും. ബാക്കിയുള്ള സ്ഥലത്ത് ഒരു ദേവസ്വം ബോർഡും ഇല്ല. HRMC എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, തമിഴ്നാട്ടിലും കർണാടകയിലും ഉണ്ട്. മറ്റേടത്തൊക്കെ എല്ലാം ബോർഡുകളാണ്. അതായത് ഒരു പർട്ടിക്കുലർ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള ട്രസ്റ്റ് ബോർഡ് ആണ് രാഷ്ട്രീയക്കാർ ഭരിക്കുന്നത്. വേറെ കാര്യം അങ്ങ്. പക്ഷെ ഇത്രയൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങ് ഒറ്റ കാര്യം എന്താണ് ചിന്തിക്കാത്തത്? അങ്ങ് ഈ പറഞ്ഞ ഒരു സഖാവെന്നുള്ള രീതിയിൽ ഇവിടെ വന്നിരുന്ന പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിലെ സ്വത്തുക്കൾ നന്നായി ഇങ്ങനെ തന്നെ വരണം, ഭക്തരെ അങ്ങ് സ്നേഹിക്കുകയാണ്. ആ ഭക്തരിടുന്ന കാശൊക്കെ കറക്റ്റ് അടിക്കണം. മാഷെ ഇതുമാതിരി ഒരുപാട് പേര് ആ ക്രിസ്ത്യൻ പള്ളിയിലും മുസ്ലിം പള്ളിയിലും ഒക്കെ പൈസ ഇടുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ എന്താണ് അങ്ങനത്തെ വ്യാകുലപ്പെടാത്തത്? അങ്ങനെ എന്താണ് അവിടെ ഒന്നും ഈ പ്രശ്നം ഇല്ലാത്തത്? ഞങ്ങൾ ഈ പാമ്പിടിച്ച് ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് തന്നെ കയറണു. നല്ല കാര്യമുള്ള കാര്യമാണോ ഇത്? ഞങ്ങളങ്ങ് മാനേജ് ചെയ്തോളാം. ആകെ 4000 ക്ഷേത്രങ്ങളേ ഉള്ളൂ ഈ 4 ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളത്. അങ്ങേക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാമോ അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു 90% ആൾക്കാരും പക്ക രാഷ്ട്രീയക്കാരല്ലെന്നുള്ളത്? ഈ 5 ദേവസ്വം ബോർഡിലും കൂടെ അവിടെ ഏറ്റവും കൂടുതൽ യൂണിയൻ ഉള്ളൊരു സ്ഥലം എല്ലാ 5 ദേവസ്വം ബോർഡാണെന്നുള്ള അങ്ങേക്ക് അറിയാമോ? മലബാർ ദേവസ്വം ബോർഡില് ഇപ്പം കാണിച്ചു കൂട്ടുന്ന അഭ്യാസങ്ങളെല്ലാം പണ്ടൊരു മുരളിയായിരുന്നു, ഇപ്പൊ ഒരു എന്തോ OK വാസുവോ EP വാസു എല്ലാം വാസുവാനും വാസു എല്ലാം തട്ടിപ്പാണ്. പഴയ BJP കാരനെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇപ്പം കട്ട സഖാവായി മാറിയിരിക്കുകയാണ്. പരപ്പറം തൂക്കുന്ന അഷ്ടിയാണ്. അപ്പൊ അദ്ദേഹം കാണിച്ചു കൂടുന്ന അഭ്യാസങ്ങൾ KT ജലീലിനെ കൊണ്ട് ബ്രഹ്മകലശം ഉദ്ഘാടനം ചെയ്യിക്കുക. പിന്നെ നമ്മുടെ ആദ്യത്തെ ലവ് ജിഹാദിന്റെ ആവുണ്ടല്ലോ ഒരു MP ഉണ്ടല്ലോ, അറിയാമോ കൃഷ്ണരാജ് അദ്ദേഹത്തിന്റെ പേര്? അബ്ദുൾ സമദ് സമദാനി. അബ്ദുൾ സമദ് സമദാനി ചെയർമാൻ ആക്കിക്കൊണ്ട് ക്ഷേത്ര കാടാമ്പുഴയിലെ ഉത്സവ കമ്മിറ്റി ഉണ്ടാക്കുക. നിങ്ങൾ എന്ത് കാണിക്കുന്ന മാഷെ? നിങ്ങൾ ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറി എന്തു ആകാന്നാണോ? മാറി നിങ്ങളിപ്പോ അയ്യപ്പ തട്ടിപ്പൊന്നും കാണിച്ചിട്ടൊന്നും ആൾക്കാരൊന്നും താഴ്വില്ല കേട്ടോ. ഇന്നത്തൊക്കെ കാര്യം മനസ്സിലാക്കി തുടങ്ങി. വെറുതെ അങ്ങ് ഇവിടെ വന്നിരുന്ന മെഴുകിട്ടൊന്നും ഒരു കാര്യമില്ല. ക്ഷേത്രങ്ങൾക്ക് കണക്ക് വേണം. ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിനും കണക്കില്ല. ബാക്കി ഇവിടുത്തെ ഈ ആകെ 4000-5000 ക്ഷേത്രമല്ലേ നിങ്ങളുടെ കീഴിലുള്ള ഈ രാഷ്ട്രീയക്കാർ ഭരിക്കുന്ന സംഭവത്തിനകത്തുള്ള 5 ദേവസ്വം ബോർഡിൽ. ബാക്കി ക്ഷേത്രത്തിനകത്തൊക്കെ കണക്കുണ്ട് മാഷെ. നിങ്ങൾ എന്താ ധരിച്ചേക്കുന്നത്? എല്ലാം ചുമ്മാ കുത്തഴിഞ്ഞ പരിപാടിയാണെന്നോ? ഇഷ്ടമുള്ളവർ കയറി ഇഷ്ടമുള്ള കാണിച്ചിട്ട് പോവാണെന്നോ? നിങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമല്ല ക്ഷേത്രം. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കും. അന്തസ്സായിട്ട് അത് മാറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രം ഭരിക്കുന്നത് മാതിരി നിങ്ങൾ ക്രിസ്ത്യൻ ക്ഷേത്രത്തിലും മുസ്ലിം ക്ഷേത്രത്തിലും കയറി ഭരിക്കും. ചുണയുണ്ടോ? വേറൊന്നും വേണ്ട. നിങ്ങൾ ഈ മുസ്ലിം സമുദായം ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് വാപുരൻ അല്ലെങ്കിൽ വാവർ. അവർക്ക് ദൈവമല്ല. കാരണം ദൈവം അള്ളാഹ് മാത്രമേ ഉള്ളൂ. ഒരു വാവർ എന്ന് പറഞ്ഞ പള്ളിയുണ്ട്. അതിനെ ഇപ്പൊ താങ്ങി നിർത്തി കൊണ്ടു നടക്കാനും ഇറങ്ങിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് ബിനാമി വെച്ചാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ പേരുണ്ടല്ലോ, ഒരു സഖാവുണ്ടല്ലോ, ഈ മുദ്രാവാക്യം വിളിക്കുന്ന സഖാവ്, കാരണം അല്ല പേര് ഞാൻ മറന്നുപോയി. അയാള് എനിക്ക് വ്യക്തമായ റെക്കോർഡ്സ് ഉണ്ടെന്നേ. അയാളൊരു ബിനാമിയെ കൊണ്ടാണ് ആ ബാബുര ക്ഷേത്രത്തിനെതിരായിട്ട് കേസ് കൊടുപ്പിച്ചത് ഹൈക്കോടതി. അത് ചീറ്റിപ്പോയെന്നുള്ള വേറെ കാര്യം, അത് പോട്ടെ, അത് കാര്യമില്ല. ഞാൻ ചുണയുണ്ട് ചോദിക്കുന്നു. ഈ ദേവസ്വം ബോർഡിൽ നിന്ന് പൈസ കൊടുക്കുന്നുണ്ട് എല്ലാ വർഷവും, വർഷാവർഷം ദേവസ്വം ബോർഡിൽ നിന്ന് ഈ സന്നിധാനത്തുള്ള വാവർ നടക്കി പൈസ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുണയുണ്ടോ ഓഡിറ്റ് ചെയ്യുന്നത്? ദേശം മാഷ് ഇന്നിപ്പോ പിണറായി വിജയനെ വിളിച്ചിട്ട് ഒന്ന് ചോദിച്ചിട്ട് ഇപ്പൊ പറ്റുമെങ്കിൽ AK സെന്ററിലേക്ക്, അങ്ങ് ക്യാൻസൽ അല്ലെന്ന് പറയുന്നു, AK സെന്ററിലേക്ക് വിളിച്ചിട്ട് അങ്ങേക്ക് മറുപടി പറയാം. അങ്ങ് എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഞാൻ അതിന് മറുപടി പറഞ്ഞു. ഈ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടി പറയാം. അങ്ങൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് പറയാ, ഈ വാവർ സ്വാമിയുടെ ആ ട്രസ്റ്റിന്
ദേവസ്വം കാശ് കൊടുക്കുന്നുണ്ടല്ലോ, ഭക്തരുടെ കാശാണല്ലോ കൊടുക്കുന്നത്. അതെന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ആയുധം വാങ്ങാമല്ലോ ഉപയോഗിക്കുന്നുണ്ടോ? വേറെ എന്തെങ്കിലും അനാവശ്യ പരിപാടിക്ക് ഉപയോഗിക്കുന്നുണ്ടോ? അങ്ങനെ ചുണയുണ്ടോ ഓഡിറ്റ് ചെയ്യാൻ? ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള വേറെ കാര്യം, അത് ഞാൻ വേറെ കാര്യം. അങ്ങേക്ക് ചുണയുണ്ട്, ഞാൻ ചോദിക്കുന്നു ചുണയുണ്ടോ? ഇപ്പൊ ഈ ചർച്ചയിൽ അങ്ങേക്ക് ഉത്തരം പറയാൻ അത് ചുണയുണ്ടോ? ശ്രീ എം ജയചന്ദ്രൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് അഡ്വക്കേറ്റ് കൃഷ്ണ മറുപടി പറഞ്ഞു. അങ്ങേക്ക് ഒരു 15 സെക്കൻഡ് കൊണ്ട് മറുപടി പറയാം, കാരണം നമുക്ക് ഇടവേളയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരേണ്ടതുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു ആങ്കറായ താങ്കൾ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഞാൻ പറഞ്ഞത് ശബരിമല ഉൾപ്പെടെ ഇന്ത്യയിലെ മഹാക്ഷേത്രങ്ങളിൽ മുഴുവൻ അല്ല, അദ്ദേഹം ഇപ്പോഴും പറയുന്നത് കേരളത്തിലെ 4000 ക്ഷേത്രങ്ങളുടെ കാര്യമാണ്. ഞാൻ ചോദിച്ചതെന്നാണ് ശബരിമല ഉൾപ്പെടെ ഇന്ത്യയിലെ മഹാക്ഷേത്രങ്ങളുടെ മൊത്തം കാര്യമാണ് ഞാൻ ചോദിച്ചത്. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം അങ്ങ് പറഞ്ഞത് കേരളത്തിലെ 4000 ക്ഷേത്രങ്ങളുടെ കാര്യമാണ്. പിന്നെ ദേവസ്വങ്ങളുടെ കീഴിലുള്ള 4000 ക്ഷേത്രങ്ങൾ, അതിലെ കണക്കില്ലായ്മയാണല്ലോ ഈ വെളിപ്പെടുന്നത്. ഓരോ ദിവസവും ഓരോ ക്ഷേത്രങ്ങളിലെ പണമടക്കം അടിച്ചുകൊണ്ട് പോകുന്ന കഥകൾ വരുന്നുണ്ടല്ലോ. താങ്കളും കേട്ട് കാണുമല്ലോ. തിരുപ്പതി ഒന്നും പറയല്ലേ, തിരുപ്പതിയിൽ ആ ക്രിസ്ത്യാനികളെ കയറ്റിയിരുത്തി ഭരിക്കുകയായിരുന്നു അവിടെ നിങ്ങളുടെ കോൺഗ്രസ് ഗവൺമെന്റ്. കോടതിയുള്ള കേസുകളുടെ കാര്യമല്ലേ ഞാൻ പറയുന്നത്. താങ്കളുടെ ചോദ്യത്തിലേക്കാണല്ലോ പറയുന്നത്. സമയമില്ലല്ലോ, അതുകൊണ്ടല്ലേ താങ്കളുടെ സമയമില്ലല്ലോ. ഈ പിന്നെ ഇങ്ങനെ വാവരെന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 1000 വർഷത്തെ ചരിത്രമേ ഉള്ളൂ പന്തളം രാജകുടുംബത്തിന് തന്നെ, ആ വംശത്തിന് തന്നെ. പക്ഷെ മറ്റത് അതിന്റെ ഭാഗമായിട്ടാണ് വാവര് വരുന്നത്. പക്ഷെ വാപുരം എന്ന് പറയുന്നത് എത്രയോ പിന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ബാബറുടെ ട്രസ്റ്റിന്റെ കൊടുക്കുന്ന പൈസക്ക് ഓഡിറ്റ് ചെയ്യാൻ ഇവിടുന്ന് പറയാൻ പറ്റില്ലല്ലോ. ട്രസ്റ്റ് ചോദിക്കാം. കൃഷ്ണരാജനെ വിവരം അറിയിക്കാം. അദ്ദേഹം താങ്കളോട് പറയുകയും ചെയ്യും. അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, ഒരു സംശയമാണ്. ഈ രഹസ്യ സ്വഭാവം നിലനിർത്താൻ സ്വമേധയാ പുതിയ ഹർജി ഫയലിൽ സ്വീകരിക്കുമെന്നും അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സ്മാർട്ട് ക്രിയേഷൻസിനെയും ഒഴിവാക്കുമെന്നും ഇന്ന് ഹൈക്കോടതി പറഞ്ഞു. സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ഉൾപ്പെടുത്തിയാകും ഈ പുതിയ ഹർജി സ്വീകരിക്കുക. അതെന്തുകൊണ്ടാണ്? അതിന്റെ നിയമവശം എന്താണ്? ഇതിപ്പോ ഈ SSCR എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി സ്വയമേ എടുക്കുന്ന ഒരു പ്രോസസ്സാണത്, മനസ്സിലായില്ലേ? അപ്പൊ ഈ ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിക്ക് എല്ലാ ദേവസ്വങ്ങളിലും ഓഡിറ്റിങ്ങിന് പവർ ഉണ്ട്. ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് DBP എടുക്കാറുണ്ട്, DBA എന്ന് പറഞ്ഞെടുക്കുക, ദേവസ്വം ബോർഡ് പെറ്റീഷൻ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് എടുക്കാറുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ SSCR എന്ന് പറയുന്നത്. അപ്പൊ ഹൈക്കോടതിക്ക് വിപുലമായ അധികാരങ്ങളുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ഇല്ലെന്നൊന്നുമല്ല. പക്ഷെ ഇതിന്റെ ഒരു സാങ്കത്തികതാണ്. ഇത് എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നാളെ ഞാനൊരു ഒരു ഇംപ്ലീഡിങ് ആപ്ലിക്കേഷൻ എടുക്കില്ല, എന്നെ കക്ഷി ചേർക്കണം എന്ന് പറഞ്ഞിട്ട് കോടതിക്ക് നിഷേധിക്കാൻ പറ്റുമോ? കാര്യം പറയണ്ടേ എന്തുകൊണ്ട് നിഷേധിക്കുന്നു എന്ന്? കാരണം അവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? അവിടെ ആ ക്ഷേത്രത്തിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ജസ്റ്റിസ് രാജാ വിജയരാഘവനോ പിന്നെ അദ്ദേഹത്തിന്റെ കൂടിരിക്കുന്ന ജഡ്ജിയോ അല്ല, അതായത് ഹൈക്കോടതിയിലെ ദേവസ്വം ബോർഡിന്റെ പിന്നെ വക്കീലോ, അതും അവർ മാത്രമൊന്നും അല്ല, ഭക്തരും ഇതാണ്. അപ്പൊ ഏത് ഭക്തർക്ക് അതിനകത്ത് പിന്നെ ഇതറിയാനുള്ള അവകാശം ഉണ്ടെന്ന് അവിടെ ചെന്ന് കോടതിയിൽ ചെന്ന് വർത്താനം പറയാം. അപ്പൊ ഇത് ലാർജറായിട്ട് ജനങ്ങൾ അറിയേണ്ട കാര്യമാണ്. എന്താണ് അവിടെ പ്രൊസീഡിങ്സ് നടക്കുന്നത്? ശബരിമലയിൽ ഇത്രയും തട്ടിപ്പ് നടക്കുമ്പോഴത്തേക്ക് ആ തട്ടിപ്പിനെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു കോർട്ട് പ്രൊസീഡിങ്സ് എന്തുകൊണ്ട് ഭക്തർ കാണണ്ട? അതാണ് എന്റെ ചോദ്യം. ട്രാൻസ്പെയറന്റ് അല്ലേ? കോടതി എന്തിനത് മറപ്പിക്കുന്ന? ആരെ സപ്പോർട്ട് ചെയ്യാനാ? ഇതിപ്പം ആ കോടതിയിൽ നടക്കുന്ന ചർച്ചകളും ഇതും പത്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വഴിയോ അല്ലെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, സുപ്രീം കോടതി ലൈവ് സ്ട്രീമിംഗ് നടക്കണം. നമ്മുടെ എന്താ സുപ്രീം കോടതി മറ്റേ ഗവായെ ഷൂസ് എറിഞ്ഞവരെ ജനം കണ്ടു ഇല്ലേ? നമ്മളെല്ലാം കണ്ടില്ലേ? പിന്നെ എന്തിനാണ് ഈ ലൈവ് സ്ട്രീമിംഗ് നടക്കുന്ന ഒരു രാജ്യത്ത് അങ്ങനത്തെ ഒരു കാലത്തിലേക്ക് ഇടപെടുന്നു? 3 പേരോട് ഇനി ചോദ്യമില്ല. ഈ കോടതി വളരെ ഗൗരവത്തോടെ ഇത്തരം നിരീക്ഷണങ്ങൾ, ഇടക്കാല ഉത്തരവ് ഇറക്കിയ പശ്ചാത്തലത്തിൽ ഇനി എന്ത്? 3 പേരോട് ഒറ്റ ചോദ്യം, വളരെ പെട്ടെന്ന്, 30 സെക്കൻഡിൽ താഴെ. ആദ്യം എം ജയചന്ദ്രൻ. ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ, തെറ്റാവാം. പിന്നെ ഇവർക്ക് ഈ കുറ്റാരോപിതർ എന്ന് പറയാവുന്നവർക്ക് പിന്നെ അവർക്ക് ഇതിന്റെ
ഉത്തരവുകൾ അല്ലെങ്കിൽ പകർപ്പുകൾ കിട്ടാതിരിക്കാനുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പുതുതായി കക്ഷി ചേർക്കപ്പെട്ട ആൾക്കാരെ കൂടെ കക്ഷി ചേർത്തതെന്നാണ് എന്റെ ഒരു മനസ്സിലാക്കൽ. നേരത്തെ DGPയെ കക്ഷി ചേർക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ 10ാമത്തെ ഉത്തരവിൽ, അത് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ മറ്റൊരു വേർഷനാണ് ഇന്നത്തേത്. അല്ലെങ്കിൽ ഈ പോറ്റിക്ക് കൂടാതെ ബാക്കിയുള്ള ആൾക്കാർക്കും അതിന്റെ കോപ്പി ആവശ്യപ്പെടാൻ കഴിയും, സാങ്കേതികമായി കൊടുക്കാൻ കോടതി ബാധ്യസ്ഥവുമാണ് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. തെറ്റാവാം ശരിയാവാം എന്നുള്ളത് പറയാൻ കഴിയും എനിക്ക്. അത് അഡ്വക്കേറ്റ് കൃഷ്ണരാജിന് ക്ലാരിഫൈ ചെയ്യാൻ കഴിയുമായിരിക്കും കൂടുതലെന്ന് വിചാരിക്കുന്നു.